എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രയർ ക്ലിനിക്കിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് ഓട്ടോസ്ക്ലെറോസിസ്. അതേക്കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കടമംഗലത്ത് താമസിക്കുന്നു. അവിടെ സ്വന്തമായിട്ടുള്ള ക്ലിനിക്കുണ്ട്. അതാണ് നമ്മൾ ഈ പുറകെ കാണുന്നത്. എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഇന്ന് ഒരു ചെവിയിലെ ഒരു പ്രത്യേക അസുഖത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഇതെന്നാണ്. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരിലും രണ്ട് ചെവിയിൽ ബാധിക്കുന്നു. എന്നാൽ ഒരു ചെവിയിലും ബാധിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ചെവിയിലെ മുളിച്ച് കേൾക്കുക, ചെവിയിൽ കേൾവി കുറഞ്ഞു വരിക, ഡഫ്നെസ്, അതുപോലെ വല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, അങ്ങനെ മുളിച്ച് കേൾക്കുക, ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് ഇതിൽ മെയിൻലി വരുന്നത്. അപ്പോൾ ആ അസുഖം ഇങ്ങനെ സ്ലോലി പ്രോഗ്രസ് ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെവിയുടെ അകത്ത് 3 കല്ലുകളുണ്ട് അല്ലെങ്കിൽ എല്ലുകളുണ്ട്. മാലിസ്, ഇൻഗസ്, സ്റ്റേബിസ്. എന്നാൽ ഈ സ്റ്റേബിസ് എന്ന് പറയുന്നത് ആ ഡെപ്പോസിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ സ്പോഞ്ചിൽ ബോൺ കൊണ്ട് അവിടെ സ്ക്ലെറോസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മടയും. അല്ലെങ്കിൽ ഈ എല്ലുകളുടെ ചലനമടയുന്നത് കൊണ്ട് ശരിക്കും ചെവിയെ കേൾക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് എൻ്റെ അർത്ഥം. ചെവിയിൽ നമ്മുടെ റേറിഫാക്ഷൻസ്, കണ്ടൻസേഷൻ, റേറിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിലോട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ടുള്ള ശബ്ദതരംഗങ്ങൾ നമ്മുടെ ചെവിയിലെത്തുമെങ്കിലും അത് വേണ്ടത്ര വിധത്തിൽ സ്ഫുടതയോടെ എത്താനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോണായ സ്റ്റേപ്പിസ് ഉറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ചെവി കേൾവി കുറവ്, ചെവിയിലെ ശബ്ദം കേൾക്കുക, ചെവിയിൽ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുക. ഇതാണ് അതിൻ്റെതായിട്ടുള്ള ഇത്. നമ്മൾ ചെയ്യാനുള്ളത് എങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അവർ നിങ്ങളോട് പറയും, നിങ്ങളൊരു ഓഡിയോഗ്രാം ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ടി വിയിൽ പറഞ്ഞതുപോലെ ഓഡിയോഗ്രാം ചെയ്യണം. അതുപോലെ നിങ്ങൾ ഒരു ടിമ്പനോഗ്രാം എടുക്കണമെന്ന് പറയും. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലുകൾ തമ്മിലുള്ള അകൽച്ചകൾ അല്ലെങ്കിൽ അത് തമ്മിലുള്ള കുലുങ്ങുന്ന രീതിയിൽ വളരെ വ്യത്യാസം വന്നിരിക്കുകയാണ്. അതിനെയാണ് കണ്ടക്റ്റീവ് ലോസ് എന്ന് പറയുന്നത്. മറ്റ് ഞരമ്പുകളുടെ പ്രശ്നങ്ങളും ചില 10% ആൾക്കാരിൽ ഞരമ്പിൻ്റെ പ്രശ്നങ്ങളും കാണാം. അങ്ങനെയുള്ളവരെ നമ്മൾ സ്റ്റെപ്പി പ്രശ്നം കാണാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സെൻസറി ന്യൂറൽ ഡെഫ്നെസ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നു. ഇങ്ങനെ ഉള്ള ഈ അസുഖമാണ് ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പൊതുവെ ഞാൻ കണ്ടിടത്തോളം കുറവാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ കൂടെ ഉണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് കുറവാണ് ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് എന്താ ചികിത്സ ചെയ്യാം? മിക്ക ആൾക്കാരും ഇത് ഒരു നല്ല പ്രോഗ്രസീവായിട്ടേ, ഒരു നല്ല ലെവലായിട്ടേ അവർ നമ്മുടെ അടുക്കൽ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് കണ്ടക്റ്റീവ് ലോസൊക്കെ 30-40 ആയി കാണും, 50 ആയി കാണും. അപ്പോൾ ഇതിനകത്ത് 2 ചികിത്സയുണ്ട്. ഒന്ന് അതിന് ഓപ്പറേഷൻ ചെയ്യുക, ഒന്ന് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുക. ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റെപ്പിഡോട്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് സ്റ്റേബിസ് എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും ചെറിയ മനുഷ്യൻ്റെ ബോണിനെ
മാറ്റി അവിടെ നമ്മൾ സ്റ്റേപിസ് എന്ന് പറയുന്ന ടെഫ്ലോൺ പിസ്റ്റൺ ഉണ്ടാക്കിയത് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് ഈ ശബ്ദതരംഗങ്ങൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്റ്റേപ്പിസം മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് സ്റ്റെപ്പിഡോട്ടമി എന്ന് പറയുന്ന അത്ഭുത സർജറിയുടെ കാര്യം. എന്നാൽ എല്ലാവരെയും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചില വളരെ പ്രായമായ ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നത്, ഹിയറിംഗ് എയ്ഡ് വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ്. ഹിയറിംഗ് എയ്ഡ് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ട. നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. കള്ളുസായി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേൾവിക്കുറവും അതുപോലെ ചെവിയിലെ മുളിച്ചയും ഒക്കെ മാറും. ഇതിന് മരുന്ന് ചികിത്സയില്ലേന്ന് ചോദിക്കും. ചെറിയ രീതിയിൽ മരുന്ന് ചികിത്സയുണ്ട്. സോഡിയം ഫ്ലോറൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് നേരത്തെ കിട്ടുമായിരുന്നു, ഇപ്പം കിട്ടുന്നില്ല. അതുപോലെ ജിൻസങ് എന്ന് പറയുന്ന മരുന്ന് നേരത്തെ അതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴും ജിൻസങ് കിട്ടും, പക്ഷേ മറ്റേ ഇത് കിട്ടും. സോഡിയം ഫ്ലോറൈഡ് വലിയ കടകളിലൊക്കെ മാത്രമേ കാണത്തുള്ളൂ. ഇത് ഒരു പരിഹാര മാർഗമല്ല, എങ്കിലും അതിൻ്റെ പ്രോഗ്രഷനെ കൂടുതലായിട്ട് തടയും. അപ്പോൾ ഇത് മനസ്സിലായവർ ഇത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമേ. ഈ ചാനൽ അടുത്ത നിങ്ങളുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും കടന്നു വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്തേ.